നമ്മുടെ മോനെവിടെ? ഇത്രയും നാൾ കഴിഞ്ഞ് വന്നിട്ട് എന്നെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കുന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ നമ്മുടെ മോനെ കുറിച്ചാണല്ലോ ചോദിച്ചത്. അങ്ങനെയാ വേണ്ടത്. ഇപ്പോഴവനെ കണ്ടാൽ എങ്ങനെയുണ്ടെന്നറിയോ? അവനിപ്പോ ആരാണെന്നറിയോ? നിന്റെ ജീവന് പോലും ആപത്തുണ്ട്. അതുകൊണ്ടാ രാജാറാം എന്ന നിന്റെ പേര് ബണ്ണി എന്ന് മാറ്റിയതും. മഹാലക്ഷ്മി വേറെ ആരുമല്ല, ശരിക്കും നിന്റെ മുറപ്പെണ്ണ് തന്നെയാവള്. എന്താ പറഞ്ഞേ? അതേടാ, നിന്റെ അച്ഛന്റെ പേര് രാജരാമവർമ്മ. ഈ കോവിലിനുള്ളിൽ വാഴുന്ന ദൈവം നരസിംഹസ്വാമിയാണെങ്കിൽ ഇവിടത്തെ മനുഷ്യരുടെ ഉള്ളിൽ ഇന്നും വാഴുന്ന ഒരേ ഒരു ദൈവം നിന്റെ അച്ഛനാ. അതായിരുന്നു സിംഹം, നരസിംഹം. ഗോദാവരി വളരെ അകലെയായതുകൊണ്ട് അതിലെ ജലം ഇവിടുത്തെ കർഷകർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. ഇനിയും മഴ പെയ്യാൻ വൈകുകയാണെങ്കിൽ പാവം കർഷകരുടെ ജീവിതം തന്നെ കഷ്ടത്തിലാകും. സ്വാമി തമ്പരാ വലിയ കേമ്പനാവും തമ്പരാ. സ്വാമി അനുഗ്രഹിക്കട്ടെ. മഹാലക്ഷ്മി മോള് കരയുന്നല്ലോ. കരച്ചിലൊന്നും അല്ല സീതേ. മോളെ മഹാലക്ഷ്മി അമ്മയെ പോലെ തന്നെ. ഇതെന്താ സീതേ വെറും നെറ്റിയായിട്ട്? ജാനു കുങ്കുമം എടുത്തോണ്ട് വരൂ. ശരി. എന്റെ അനുജത്തി എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം മോളെ. നിന്റെ വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോ ഞാൻ കരുതി നീ ഒരുപാട് ദൂരത്തേക്ക് പോയെന്ന്. എന്നാൽ വീണ്ടും എന്റെ മരുമകളുടെ രൂപത്തിൽ നീ വീട്ടിലേക്ക് വരാൻ പോവാ. ഇവളെ നമ്മുടെ രാജയെ കൊണ്ട് കെട്ടിക്കാം. എന്തു പറയുന്നു മോളെ? ആരാധിച്ചവർക്ക് ദൈവം വരം കൊടുത്ത കഥകൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആവശ്യപ്പെടാതെ വരം തരുന്ന ദൈവ എന്റെ ഏട്ടൻ. എന്റെ കുഞ്ഞിനെ ഏട്ടന്റെ മരുമകളാക്കുന്നതിനേക്കാൾ എനിക്ക് വേറെ എന്ത് ഭാഗ്യം കിട്ടാനായിട്ടാ? അണ്ണാ ഒന്ന് വെളിയിലേക്ക് വരോ? എന്താ പറഞ്ഞത്? ഈ കുഞ്ഞിനെ നമ്മുടെ രാജയെ കൊണ്ട് കെട്ടിക്കാൻ പോവാണെന്നോ? നമ്മുടെ രാജാക്ക് സ്ത്രീധനമായിട്ട് കോടിക്കണക്കിന് സ്വത്തുക്കൾ വേറെ കിട്ടും. എടാ, സ്ത്രീധനം എത്ര വേണേലും കിട്ടും. എന്നാൽ സ്നേഹം അങ്ങനെയല്ല, വിലമതിക്കാനേ ആവില്ല. രക്തബന്ധ ഇത്. നിങ്ങൾ നന്നാവില്ല, ഒരിക്കലും നന്നാവണ്ട. എന്താ രാമേട്ട, എന്റെ ചേട്ടനെ മാറ്റി നിർത്തി വഴക്ക് പറയായിരുന്നോ? ഒരുമിച്ച് കളിച്ചു വളർന്നവരല്ലേ സീതേ. ദിവസത്തിൽ ഒരിക്കലെങ്കിലും എന്നെ ചീത്ത പറഞ്ഞില്ലെങ്കിൽ ഇവൻ ഉറക്കം വരില്ല അല്ലടാ. സീതേ, കളക്ടർ സ്ഥലത്തെത്തിരുന്നെന്ന് പറഞ്ഞു. ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം. നിന്റെ അച്ഛന് കർഷകരെ ജീവനായിരുന്നു. അവരുടെ ആത്മഹത്യകൾ കണ്ടുമടുത്തുപോയ ആളാ. ചോളവാരം പ്രോജക്റ്റ് നടന്നാൽ ലക്ഷക്കണക്കിന് കർഷക കുടുംബങ്ങൾ രക്ഷപ്പെടുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാ
ആ പ്രോജക്റ്റിന് വേണ്ടി അദ്ദേഹം പോരാടിയതും. നമസ്കാരം വർമ്മ സാറേ. ഇത് 150ാമത്തെ തവണയാണെന്ന് തോന്നുന്നു നിങ്ങൾ ചോളവാരം പ്രോജക്റ്റിന് വേണ്ടി സർവേ ചെയ്യുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യാനാ സാർ? ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾ ചെയ്യും. നിങ്ങളുടെ ഡ്യൂട്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. You are doing your duty for the sake of your salary, not for the society. You are doing your duty to satisfy the politicians, not for the public. You are doing your duty for the sake of your status, not for the service. ഇതല്ലേ നിങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടീസ്? അതല്ല വർമ്മ സാർ. ആ പാർട്ടി ജയിച്ചാലും ശരി, ഈ പാർട്ടി ജയിച്ചാലും ശരി, പ്രൈം മിനിസ്റ്റർ മാറിയാലും ശരി, ചീഫ് മിനിസ്റ്റർ മാറിയാലും ശരി, ഇതുപോലെ ആരെങ്കിലും വന്ന് വെറുതെ ഒരു സർവേ നടത്തി റിപ്പോർട്ട് എഴുതി കോൺട്രിബ്യൂസി ചെയ്ത് ആ ഫയൽ എടുത്ത് ഒടുവിൽ വല്ല കുപ്പത്തൊട്ടിലും വലിച്ചെറിയും. Is that what you call duty? ഈ പ്രോജക്ട് പൂർത്തിയാക്കി നദീജലം വേണ്ടതുപോലെ ഉപയോഗിച്ചാൽ നമ്മുടെ നാടുൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിലെ 20 ലക്ഷത്തോളം ഏക്കറിൽ കൃഷിജലം ലഭിക്കും. 7 ലക്ഷം ഏക്കറോളം തരിശുഭൂമി കൃഷിയോഗ്യമാവുകയും ചെയ്യും. 960 മെഗാവാട്ടിൽ ജലവൈദ്യുതി ഉൽപാദനം ഉണ്ടാവും. ലക്ഷങ്ങളോളം വരുന്ന പാവപ്പെട്ടവർക്ക് തൊഴിലും ജീവിതം ഉണ്ടാവും. ഈ സത്യം എല്ലാവർക്കും അറിയാം. ആരും എന്നാലും ഒന്നും ചെയ്യില്ല, ശരിയല്ലേ? ആദ്യമായി 1946-ലാണ് അന്നത്തെ ഇവിടുത്തെ മുഖ്യമന്ത്രി ചോളവാരം പദ്ധതി നിർമ്മിക്കാനായി തീരുമാനിച്ചത്. 34 കൊല്ലം കഴിഞ്ഞ് ശിലാസ്ഥാപനം നടത്തി ദാ ഈ ഫലകം ഇവിടെ വച്ചു. എന്നിട്ടും ഇപ്പോൾ വർഷങ്ങൾ എത്രയായി? ഭരണകൂടങ്ങൾ എത്ര മാറി വന്നു? പദ്ധതി മാത്രം ശൂന്യം. അങ്ങകലെ ഏതോ നാട്ടിൽ ഉത്ഭവിച്ച ഈ മഹാനദി പല സംസ്ഥാനങ്ങൾ താണ്ടി ഇവിടേക്ക് ഒഴുകി വന്നിട്ട് പോലും ആർക്കും ഒരു ഉപയോഗവുമില്ലാതെ വെറുതെ കടലിലേക്ക് ഒഴുകി പോവുകയല്ലേ സാർ? അതങ്ങനെ പാഴാക്കാനുള്ളതല്ല, ഈ നാടിന്റെ സമൃദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്, ഇവിടെ പൊന്നു വിളയിക്കാനുള്ളതാണ്. പക്ഷെ എന്താ ഇവിടെ നടക്കുന്നത്? കൺമുമ്പിലൂടെ ഈ ജലം മുഴുവൻ ഒഴുകി പോകുമ്പോഴും ജലക്ഷാമം കൊണ്ട് ആയിരങ്ങളാണ് ചത്തൊടുങ്ങുന്നത്. അതെന്താ നിങ്ങൾ ആരും ഓർക്കാത്തത്? ക്ഷമിക്കണം സാർ, ഇത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തങ്ങളല്ലേ. എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? എന്നാ ഞാനിത് ചോദിക്കേണ്ടവരോട് തന്നെ ചോദിച്ചോളാം. രാമേന്ദ്ര, നമ്മുടെ നാട്ടിലെ കർഷകരോടെല്ലാം നാളെ രാവിലെ നരസിംഹസ്വാമി ക്ഷേത്രത്തിനടുത്ത് വരാൻ പറയണം. ജാതിയായി നമുക്ക് സെക്രട്ടേറിയറ്റിലേക്ക് പോകണം. ഇവിടുത്തെ കർഷകരുടെ ശക്തി എന്താണെന്ന് മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തണം. നമസ്കാരം വർമ്മ സാറേ. നമസ്കാരം. എന്തിനാ സാർ നേരിട്ട് വന്നത്? ആരെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടാ പോരായിരുന്നോ? വേറെ ആരെ പറഞ്ഞു വിട്ടാലും പ്രയോജനമില്ലെന്ന് തോന്നിയോണ്ടാ ഞാൻ തന്നെ നേരിട്ട് വന്നത്. CM സാറേ, എവിടെ വരെയായി നിങ്ങളുടെ ചോളവാരം പ്രോജക്ട്? ആ പ്രോജക്റ്റ് വരികയാണെങ്കിൽ എത്രത്തോളം പ്രയോജനം ഉണ്ടാവുമോ അത്രത്തോളം ദോഷവും കർഷകർക്കുണ്ടാവും വർമ്മ സാറേ. എന്താണ് ആ ദോഷം എന്ന് പറ. അത് കനാല് വെട്ടി വരുമ്പോ ഏക്കറും അര ഏക്കറുമുള്ള ഒരുപാട് ചെറുകിട കർഷകരുടെ ഭൂമിയും അതോടൊപ്പം നഷ്ടപ്പെട്ടു പോകും വർമ്മ സാറേ. അതാണോ നിങ്ങളുടെ പ്രശ്നം? 10 ഏക്കറുള്ള ഒരു കർഷകന് 1 ഏക്കർ പോയാൽ അതൊരു പ്രശ്നമല്ല. ബാക്കി നിലം കൃഷിക്ക് യോഗ്യമാകും. 5 ഏക്കറുള്ള ഒരു കർഷകനും അതൊരു നഷ്ടമായി കരുതാൻ പോകുന്നില്ല. ബാക്കിയുള്ള 4 ഏക്കറിൽ അവന് കൃഷി ചെയ്യാം. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ ഏക്കറും അര ഏക്കറുള്ള ചെറുകിട കർഷകർക്ക് ഭൂമി നഷ്ടപ്പെട്ടാൽ അവർക്ക് ഞാൻ സ്ഥലം കൊടുക്കാം. എന്റെ 4000 ഏക്കറോളം വരുന്ന ഭൂമി നിങ്ങളുടെ ഗവൺമെന്റിന് ഞാൻ എഴുതി തരാം. കരാർ എഴുതാനുള്ള പണവും ഞാൻ തരാം. ഉടനെ തന്നെ പണി ആരംഭിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒരു കാലത്ത് ഗാന്ധിജി ഉണ്ടായിരുന്നു, നെഹ്റു ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ ഒരു കാലത്ത് ഇവിടെ കർഷകർ ഉണ്ടായിരുന്നു എന്ന് കൊച്ചുകുട്ടികൾക്ക് ചരിത്ര പുസ്തകത്തിൽ നിന്ന് പഠിക്കേണ്ട ഗതികേട് വന്നിരിക്കും. വരട്ടെ. CM സാറേ, ഇത്രകാലം കർഷകരുടെ ആത്മഹത്യകളെ എല്ലാവരും കണ്ടത്. ഈ പ്രോജക്ട് നടക്കാതെ പോയ രാഷ്ട്രീയ നേതാക്കളുടെ ശവങ്ങളായിരിക്കും ഇനി കൺമുമ്പിൽ കാണേണ്ടി വരിക. എന്താ സാർ ഇത്? അയാൾ വലിയ ജന്മിയൊക്കെ ആയിരിക്കും. ഒരു മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്നു പോലും ഓർക്കാതെ വെറും റൗഡിസമല്ലേ അയാൾ കാണിച്ചത്? ആ പറഞ്ഞിട്ട് പോയ ആളിന്റെയും ദൈവത്തിന്റെയും കൽപ്പന ഒരുപോലെയാണോ? കർഷകരെല്ലാം റൗഡികളാകുന്നതിന് മുമ്പ് നീ പോയി ആ പ്രോജക്റ്റിനെ സംബന്ധിക്കുന്ന ഫയലുകളെല്ലാം എടുത്തുകൊണ്ടുവാ. വേഗം ചെല്ല്. നമസ്കാരം സാർ. സാറ് പറഞ്ഞതിന് പ്രകാരം ചോളവാരം പ്രോജക്റ്റിന് വേണ്ടി വസ്തുക്കളെല്ലാം ഗവൺമെന്റിന് എഴുതി കൊടുക്കുന്നതിന്റെ റെക്കോർഡ്സ് ആണിത്. പേന തരൂ. ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ? അണ്ണാ. ഹലോ ചേട്ടാ, ഞാനാ. പറയ് സീതേ. നമ്മുടെ മഹാലക്ഷ്മിക്ക് ചോറൂണ് നാളെ രാവിലെയാ. ചേട്ടനെ കൊണ്ട് കൊടുപ്പിക്കണമെന്നാ. അതിനെന്താ, നിന്റെ ആഗ്രഹം പോലെ തന്നെ ആകട്ടെ. എത്ര മണിക്കാ? 10 മണിക്കാ. തീർച്ചയായിട്ടും ഞാൻ വന്നേക്കാം. സോമരാജ് എവിടെ പോയിരിക്കാ? ഇവിടെ ഉണ്ട് ചേട്ടാ.
ഭാവി മരുമോന്റെ കൂടെ ദേ കളിച്ചോണ്ടിരിക്കുക. അളിയോ നിങ്ങളുടെ മോനെ എന്റെ മോളെടുത്ത് മാറുന്നേ ഇല്ല. വൈകല്ലേ ഏട്ടാ? ഇല്ലെന്നേ, രാവിലെ തന്നെ ഞാൻ എത്തിക്കൊള്ളാം. രാമവർമ്മ സാർ ഇത് എന്തുദ്ദേശിച്ചാ? യാതൊന്നും ആലോചിക്കാതെ സ്വത്തുക്കളെല്ലാം ഗവൺമെന്റിന് എഴുതി കൊടുക്കാന്ന് വെച്ചാ? മനുഷ്യരോടാണെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ അദ്ദേഹം മഹാത്മാവാ, പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം കേൾക്കില്ല. നിങ്ങളെല്ലാവരും രാമചന്ദ്രന്റെ കൂടെ രജിസ്റ്റർ ഓഫീസിലേക്ക് പൊയ്ക്കോളൂ. വർമ്മ സാർ അനന്തരവളുടെ ചോറൂട്ട് ചടങ്ങ് കഴിഞ്ഞ് അങ്ങ് വന്നോളൂ. സീതേ, നിന്റെ ചേട്ടന് 1000 പ്രശ്നങ്ങളാ. സമയത്ത് കിട്ടിയില്ലെന്ന് വരും. ഞാൻ പോയി നോക്കിട്ട് വരാം. അച്ഛന്റെ മുത്തേ. എടോ സോമരാജേ, എവിടെ നിന്ന് കിട്ടിയോടോ ഈ അലവലാദികളെ? മംഗലാപുരത്തുനിന്നാ. 2 ലക്ഷം രൂപ. യുവമാരെ കൊണ്ട് കാര്യം നടക്കുന്ന ലക്ഷണമില്ല. താൻ പുറകേന്ന് ചെന്ന് കുത്ത്. ഞാനോ? അളിയെ സൈൻ ചെയ്ത റെക്കോർഡ്സ് അല്ലേ എവിടെ? അതെന്റെ കയ്യിലുണ്ട്. ദാ. സാക്ഷിയായി നിന്നെ പോലൊരു വക്കീൽ ഒരിക്കലും ഉണ്ടാവരുത്. അത് ശത്രുവിനേക്കാൾ അപകടമാണ്. അളിയാ മാറിക്കോ. അളിയാ, അളിയാ, അളിയാ. നീയോ? അതെ അളിയാ. എന്തിനാടാ? സ്വത്തിന്. അത് ചോദിച്ചാ തരില്ലായിരുന്നോ? അത് ചോദിക്കാതെ തന്നെ കൊടുത്തില്ലേ? ഇത് പാവപ്പെട്ട കർഷകർക്ക് ഞാൻ ദാനം കൊടുത്ത ഭൂമിയാ. എച്ചില് തിന്നുന്നതിന് സമമാ. പാടില്ല. ഇത് കർഷകരുടെ ജീവിതമാ. നീ എന്റെ അനിയത്തിയുടെ ഭർത്താവല്ലായിരുന്നെങ്കിൽ ഈ നിമിഷം തന്നെ ഞാൻ കൊന്നുകളഞ്ഞനെ. ഞാൻ മരിച്ചു പോയാലും എന്റെ ആഗ്രഹം നടന്നിരിക്കണം. ദയവ് ചെയ്ത് അത് ആ പാവങ്ങൾക്ക് കൊടുത്തേക്ക്. ഒരിക്കലും കൊടുക്കില്ലളിയാ. മഹാദേവാ! മർ ഗയ സാല. ഓ പോട്ടടാ കുട്ടാ. അച്ഛൻ ഇപ്പൊ ഇങ്ങനെ വരില്ലേ? കരയല്ലേ മോനെ? പൊന്നു മോനല്ലേ, കരയാതെ. ചേട്ടനെ കണ്ടില്ലേ? അളിയന് നമ്മളെക്കാൾ വലുത് നാട്ടുകാരല്ലേ? രജിസ്ട്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് പോകുന്നുണ്ടോ? അതെന്താ? ചേട്ടൻ വരുമെന്ന് വാക്ക് പറഞ്ഞാ വരാതിരിക്കുന്നല്ലോ. എന്നിട്ട് വാക്ക് പറഞ്ഞ ആളെവിടെ? സമയമായി. ഇനി ആരെങ്കിലും കൊണ്ട് ജയിക്കാം. തിരുമേനി സാർ, ഇങ്ങ് വന്നേ. സമയം തരുന്നതിന് മുമ്പ് ദേ വന്നു ഈ ചടങ്ങ് ചേട്ടന്റെ വണ്ടി. അത്
സമയം തെറ്റിക്കണ്ട. മോളെ അനുഗ്രഹിക്കൂ ഏട്ടാ. ചോദിക്കല്ലേ മോളെ, എനിക്കത് പറയാനാവില്ല. രാജാ, നോക്കു മോളെ, ഇനി മുതൽ ഇവന് നീ അപ്പച്ചിയല്ല, അമ്മയാണ്. ഇവൻ വളർന്നു കഴിഞ്ഞാൽ നീ പറയണം, മുൻപേ ജനം, പിന്നെയാ നമ്മള്. എന്റെ ആഗ്രഹങ്ങൾ നിന്നെ ഏൽപ്പിച്ചിട്ട് പോവാ ഞാൻ, ഏൽപ്പിക്കാൻ ഞാൻ. നിന്റെ അച്ഛനെ കൊന്നവര് നിന്നെയും കൊല്ലുമെന്ന് ഭയന്നിട്ട് നിന്റെ അപ്പച്ചിയാ നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. എത്ര കഷ്ടപ്പെട്ട ആരും അറിയാതെ നിന്നെ വളർത്തിയെന്നറിയോ? വിശ്വസ്തനെ പോലെ കൂടെ നിന്ന ഞാനാ എന്റെ ആത്മസുഹൃത്തിനെ കൊന്നതെന്ന് പോലീസിനെയും കോടതിയെ അവർ വിശ്വസിപ്പിച്ചു. ഞാൻ ജയിലിലുമായി. അമ്മേ, എന്താ അമ്മേ ഇത്? ത്യാഗത്തിന് പോലും അതിരില്ലേ അമ്മേ? എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അമ്മ പ്രസവിച്ച കുഞ്ഞിന് എനിക്ക് മോനെ, എന്റെ മോനെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. നീ എന്റെ മോനല്ലേ? നീ വിശന്ന് കരയുമ്പോഴൊക്കെ ഞാനല്ലേ നിനക്ക് പാല് തന്ന് വളർത്തിയത്? നീ എന്റെ വയറ്റിൽ വളർന്നു വന്ന ഞാൻ പെറ്റ എന്റെ മോൻ തന്നെയാണ്. എന്നും അങ്ങനെ മാത്രമേ കരുതാവുള്ളൂ. എന്റെ മോനാ നീ, ഞാൻ പെറ്റ എന്റെ പൊന്നു മോൻ. വലിച്ച നടന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി നടക്കാനുള്ളതെല്ലാം ഞാൻ പറയാം, ചെയ്ത് കാണിച്ചു തരാം.